ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു ബർത്ത്ഡേ പരിപാടിക്ക് പോവാണ് കേട്ടോ. പരപ്പനങ്ങാടിയാണ് പോകുന്നത്. വല്യമ്മേൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അവർ ഗൾഫിലാണ്, അവരിപ്പോൾ നാട്ടിലുള്ളതുകൊണ്ടാണ് ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പം നമ്മളിന്ന് ഇപ്രാവശ്യം ബൈക്കിനാണ് പോകുന്നത്. പിന്നെ നമ്മൾ പരപ്പനങ്ങാടി എത്തിയപ്പോൾ ഒന്ന് സ്റ്റുഡിയോയിൽ കയറി. അപ്പോൾ 7 വയസ്സായിട്ടേ ഉള്ളെങ്കിലും ആൾക്ക് വയസ്സിനേക്കാളും കുറച്ച് വലുപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് അവന് പറ്റിയ സാധനം നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നേ കിട്ടിയുള്ളൂ. കുറേ നോക്കി കേട്ടോ. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ പരപ്പനങ്ങാടിയിൽ നിന്ന് എടുക്കാൻ കാരണം അവർക്കിനി ചേഞ്ച് ചെയ്യാമല്ലോ വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയവരെ ഡ്രസ്സ് എടുത്തത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയവരെ എല്ലാവരും ഡെക്കറേഷൻ പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയവരാണ് ഫുഡൊക്കെ കഴിച്ചത്. വിശന്ന് വലഞ്ഞ് വന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വേഗം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ ഡെക്കറേഷനൊക്കെ കൂടി. കുറച്ച് ബലൂണൊക്കെ വീർപ്പിക്കാനൊക്കെ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷനൊക്കെ സെറ്റാക്കുന്നത് മാമൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ്. അവരവിടെ ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട്. ലൈറ്റും ഫുൾ പരിപാടികളൊക്കെ അവരാണ് സെറ്റാക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊരു 8 മണിക്കാണ് ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. അപ്പോഴേക്ക് ആൾക്കാരൊക്കെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പ്രോഗ്രാം. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 8 മണിയായി. എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണത്തില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരെയും നിർത്തി ഫോട്ടോസൊക്കെ എടുത്തേ. ഫാമിലി മൊത്തം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. ബർത്ത്ഡേ ബോയിൻ്റെ കൂടെ ആരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മക്കളൊക്കെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ അവനും കൂടെ പോയി. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാനും ഫ്രണ്ടിൽ തന്നെയാണ് സെറ്റാക്കിയത്, ബുഫേ പോലെ. പിന്നെ സ്റ്റേജിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ്, പാടുന്നവർ തന്നെയാണ്. വലിയച്ഛൻ്റെ മോളും മാമൻ്റെ മോനും പിന്നെ അച്ഛനും അവരൊക്കെ പാട്ട് പാടി. പിന്നെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ച് അടിപൊളിയാക്കി പരിപാടി കളറാക്കിയിട്ട് പരിപാടി നിർത്തി കേട്ടോ.